ഇപ്പോൾ കുറേ പേര് തന്നെ നീറ്റൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ ഭയങ്കര സങ്കടപ്പെട്ടിട്ടായിരിക്കും. പക്ഷെ ഹെൽത്ത് കെയറിൽ വരാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ അവരൊരു വേറെ കോഴ്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ദേ ഹാവ് എ ഹോപ്പ്. തീർച്ചയായിട്ടും അത്തരമുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. എനി ഗ്രാജുവേഷൻ ഡിഗ്രി ആയാലും ഒരു ഇക്കോസിസ്റ്റം നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്കിൽ ടൈറോ എന്നൊരു ഫേം ഉണ്ട്. അവർ ഇത്തരം ഇൻട്രസ്റ്റ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ 10th കഴിഞ്ഞ് +2 പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു താല്പര്യമില്ലാതെ ന്യൂട്രലായി നിൽക്കുന്ന കുട്ടിയാണ് നമ്മൾ പറയും സയൻസ് എടുത്തോ, സയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും എന്തിലേക്കൊക്കെ മാറാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഹ്യൂമാനിറ്റീസോ ആർട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സയൻസിലേക്ക് വരണം തോന്നിക്കഴിഞ്ഞാൽ ഒരു സ്കോപ്പും ഇല്ല. ഇതൊരു മിത്തല്ലേ? തീർച്ചയായിട്ടും മിത്താണ്. ആ മിത്തിനുള്ള ഒരു ഉത്തരം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നില്ല. അപ്പം ഞാൻ അന്ന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു, മാത്സ് ആണ് എടുത്തത്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിഗ്രി എടുത്തത് BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഞാനിന്ന് ഹെൽത്ത് കെയറിലെ CEO ആയി മാറി അല്ലേ. അപ്പം ഡിഗ്രി അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി എന്നുള്ളത് ഹെൽത്ത് കെയറിലെ മറ്റു പ്രൊഫഷണൽ സംബന്ധിച്ചോളം വലിയ ഒരു തടസ്സമല്ല. അതേസമയം ഡോക്ടർ, നഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ വർക്കിന് ഒബ്വിയസ്ലി ക്ലിനിക്കൽ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാണ്ട് ഒരു ഹോസ്പിറ്റലാക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പം ക്ലിനിക്കൽ അസോസിയേറ്റ് പ്രോഗ്രാം. അപ്പോൾ ആക്ച്വലി അതിന് മാത്രം ഒരു സയൻസ് ഡിഗ്രി വേണം. കാരണം ഒരു ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് റോളിലേക്ക് ആ ഡോക്ടറെ ഡോക്ടർക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. ഇതല്ലാണ്ട് ഫോർ എക്സാമ്പിൾ ഗസ്റ്റ് റിലേഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പം വരുന്ന പേഷ്യൻസിന് സർവീസ് ലെവലിൽ സർവീസ് എക്സലൻസ് നമ്മൾ പറയും. ആ സർവീസ് എക്സലൻസ് പൂർണ്ണമായിട്ട് കൊടുക്കണമെങ്കിൽ ആ പേഷ്യൻ്റ് ജേണിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കുറേ നമുക്ക് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ GR ഗസ്റ്റ് റിലേഷൻ എക്സ്പേർട്സ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. അതിൽ ഗസ്റ്റ് റിലേഷൻ മാനേജർ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ OP കോർഡിനേറ്റർ ഉണ്ടാവും, IP കോർഡിനേറ്റർ ഉണ്ടാവും, എമർജൻസി കോർഡിനേറ്റർ ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിന് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ അവർക്ക് ക്ലിനിക്കൽ ടീമിനേക്കാൾ ഉപരി ക്ലിനിക്കൽ ടീമിന് സപ്പോർട്ടാക്കി അവർക്ക് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത്തരം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റെ ക്ലിനിക്കൽ ജേണി ക്ലിനിക്കൽ ടീം നോക്കും. പക്ഷേ അവന് കിട്ടേണ്ട മറ്റു സർവീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുമ്പം ഫുഡ് സമയത്ത് കിട്ടിയോ, അല്ലെങ്കിൽ അവൻ്റെ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ടോ, അവന് വേണ്ട മറ്റു കുറച്ച് സർവീസസ് ഉണ്ടാവും. മേ ബി ചിലപ്പോൾ അവന് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ആവശ്യം വരാം, അല്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ടൈമിന് അവന് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ബൈസ്റ്റാൻഡർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ, അവരെ കംഫർട്ടബിലിറ്റി, ഡിസ്ചാർജ് അയക്കാനിൽ 1 മണിക്കൂർ കൊണ്ട് പേഷ്യൻ്റ് ഡിസ്ചാർജ് ഇറങ്ങണം. പല ഹോസ്പിറ്റൽസിൽ അത് പറ്റില്ല. കാരണം രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്ന രാത്രിയാവും പോകാൻ. ഇൻഷുറൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ബില്ലിങ്ങിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ഇതൊക്കെ നോൺ മെഡിക്കൽ ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. കുറേ മെഡിക്കൽ ആൾക്കാർ ഇപ്പോൾ അതിലൂടെ ഇൻട്രസ്റ്റ് ആയി വരുന്നുണ്ട്. പക്ഷേ നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ഉണ്ടാകും. അത് എനി ഗ്രാജുവേഷൻ ഡിഗ്രി ആയാലും മതി, BSc ആവട്ടെ, BCom ആവട്ടെ, MCom ആവട്ടെ, എന്തോ ആവട്ടെ. അപ്പോൾ അവരുടെ ഒരു കരിയർ റൂട്ട് മാപ്പ് എന്തായിരിക്കണം ആ ഒരു പൊസിഷനിലെത്താൻ? ആ പൊസിഷനിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്കിപ്പോൾ കേരളത്തിൽ 2 ഹോസ്പിറ്റൽസ്, ഇനിയിപ്പോൾ അടുത്ത 6-7 ഹോസ്പിറ്റൽസും കൂടി വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്കിൽ ടൈറോ എന്നൊരു ഫേം ഉണ്ട്. അവർ ഇത്തരം ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പം ചിലപ്പം കോർഡിനേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ്, ഇൻഷുറൻസിൽ നിന്ന് ഫണ്ട് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക, രോഗിക്ക് ഇൻഷുറൻസ് കൃത്യമായിട്ട് അപ്രൂവൽ വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ പർച്ചേസ്, അതായത് ഇപ്പോൾ ഡോക്ടർക്കും നഴ്സിനും ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണമെങ്കിൽ കൺസ്യൂമബിൾസും മെഡിസിനും ഒക്കെ അവിടെ സമയത്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിനൊരു പർച്ചേസ് സൈക്കിൾ ഉണ്ടാവും. ഇതിന് ആ ഒരു സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ടൊരു ടീമിന് വേണം. അതൊരു ഇപ്പോൾ സ്റ്റോർ ഉണ്ടാവും, ഫാർമസിക്കുള്ള മരുന്ന് എത്തിക്കേണ്ട ടീം ഉണ്ടാവണം, അതേപോലെ കമ്പനികളുമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇവിടെ എത്തിക്കുന്ന ഒരു ടീം ഉണ്ടാകും. ഇതെല്ലാം വെക്കുമ്പോഴേ ഒരു ആശുപത്രി ആവുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് നോൺ മെഡിക്കൽ ആൾക്കാർ യങ് ജനറേഷന് ആവശ്യമുണ്ട്. അപ്പോൾ ഇവരിൽ ഓരോ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ 6 മാസത്തെ ട്രെയിനിങ് നമ്മൾ സ്കിൽ ടൈറോ വഴി കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ഗ്രാജുവേറ്റിന് ഓരോ ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനിങ് എടുത്തതിന് ശേഷം നമുക്ക് ജോലി അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിൽ നമ്മളിപ്പം ഈ പറയുന്ന എല്ലാം ഒരുമിച്ച് അവരെ പഠിപ്പിക്കും. അതിൽ ഏതാണോ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്
ആ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ അവർക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും. ഓക്കെ. ഈ 6 മാസം മൊത്തം? അതെ, 3 മാസം മുതൽ 6 മാസം വരെയാണ് കോഴ്സസ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ ക്ലിനിക്കൽ അസോസിയേറ്റ് കോഴ്സ് എപ്പോഴും സയൻസ് ഗ്രാജുവേറ്റ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതല്ലാണ്ട് ഇപ്പം ബാക്കിയുള്ള വർക്ക് ചെയ്യാനായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യാനായിട്ട്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഡിഗ്രി ആണെങ്കിൽ പോലും അതല്ലാത്ത ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് തന്നെ നമ്മൾ ഏത് ഡിഗ്രി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു 3 മാസം മുതൽ 6 മാസം വരെ അവരെ സപ്പോർട്ട് ചെയ്ത് ആശുപത്രിയിലെ ദൈനംദിന ജോലികളെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും എക്സ്പേർട്ട് ആവുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ ഇട്ട് അവിടെ അവർ എക്സ്പേർട്ട് ആക്കുക, അല്ലെങ്കിൽ അവർക്ക് എക്സ്പേർട്ട് ആവാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് എക്സ്പേർട്ട് ആക്കുക എന്നുള്ളതാണ്. ഇന്ന് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ സംബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു എഫിഷ്യൻ്റായിട്ടൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും ഡോക്ടേഴ്സും നഴ്സസിനും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് വേണ്ട സാധനങ്ങൾ കൂടി സമയത്ത് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ടീമിനെ സെറ്റാക്കുക. ഗസ്റ്റ് റിലേഷൻസ്, പണ്ട് നമ്മൾ പേഷ്യൻ്റ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്നത്, ഇന്ന് ഞാനത് ആ വാക്കുകളൊക്കെ മാറി ഗസ്റ്റ് റിലേഷനായി. കാരണം ഓരോ രോഗിനെ ഗസ്റ്റായിട്ടാണ് ഇപ്പോൾ കാണേണ്ടത്. അപ്പോൾ അവർക്ക് സർവീസ് എക്സലൻസ് മാറി, ഇപ്പോൾ സർവീസ് ഡിലൈറ്റിലേക്ക് മാറി. ഇപ്പോൾ സർവീസ് ഡിലൈറ്റ് ആക്കണമെങ്കിൽ, ഒരു സർവീസ് ഡിലൈറ്റ്ഫുൾ സർവീസ് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ മുന്നേ പ്രവർത്തിച്ച ആശുപത്രിയിൽ അതിൻ്റെ ഉദാഹരണം പറയാം. നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന ആൾക്കാർ കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, ഈ സർവീസ് എക്സലൻസ് ടീം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ഒരു കായലുണ്ടാവും, അതിൽ ഹൗസ് ബോട്ട് ആക്കി വെച്ചിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന ആൾക്കാർക്ക് ആ ഹൗസ് ബോട്ടിൽ സെർവ് ചെയ്യും. അപ്പം അത്തരത്തിൽ രോഗിക്ക് അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടുകാരന് സന്തോഷം നൽകുന്ന ഒരു ടീമാണ് സർവീസ് ഡിലൈറ്റ് ടീം. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമും കൂടി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് സ്കിൽ ടൈറോയിലൂടെ ഇപ്പോൾ ട്രെയിനിങ് എടുത്തതിന് ശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ അവരെ എംപ്ലോയീസ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് അതുപോലെ ഒരുപാട് പേര് ആവശ്യമുണ്ട്. കാരണം എനിക്ക് അടുത്തൊരു 3000-4000 ബെഡ്സാണ് കേരളത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരുപാട് ആശുപത്രികളിൽ ഇത്തരം റിക്വയർമെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള യുവതലമുറയ്ക്ക് അവർ ഡോക്ടേഴ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ നഴ്സസ് ആയിരിക്കില്ല, അവർ മറ്റു പ്രൊഫഷനിൽ പോകാനിരിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്നാൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് മനസ്സുണ്ടെങ്കിൽ, അതിന് നമ്മൾ ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് അവർക്ക് എവിടെയാണോ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അവിടെ അവർക്ക് ലീഡറായി മാറാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവരിപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞാൽ എത്രത്തോളം അവർക്ക് പോസിബിലിറ്റി ഉണ്ട്, ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? ഒരു സ്റ്റാർട്ടിങ് ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാർ 20,000 രൂപ മുതൽ സാലറി സ്റ്റാർട്ട് ചെയ്യും. അത് 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ ആവുന്ന രീതിയിലുള്ള ആൾക്കാർ ഇന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇന്ന്. പിന്നെ ഈ ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം IT റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഡിജിറ്റലി ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റൽസ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടി എനിക്ക് വേണ്ട ഒരു യൂത്തിനെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൽ ടൈറോയിന് നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും, സ്കിൽ ടൈറോ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് മോഡ്യൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിൽ ടൈറോയിലൂടെ ട്രെയിനിങ് എടുത്തതിന് ശേഷം നമ്മളവരെ റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ ഒരിക്കലും ഓപ്പർച്യൂണിറ്റീസിൻ്റെ കുറവല്ല, ഓപ്പർച്യൂണിറ്റീസ് ആവശ്യത്തിലധികം ഉണ്ട്. ആൾക്കാർ അത് കറക്റ്റായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകത മാത്രമാണ് വരുന്നത്. എനിക്കൊന്ന് ഹെൽത്ത് കെയറിൽ എത്തിപ്പെടാൻ താല്പര്യമുള്ളൂ. ഇപ്പോൾ കുറേ പേര് തന്നെ നീറ്റൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ ഭയങ്കര സങ്കടപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ കുറേ പേരെ അറിയാം, ഞാൻ കുറേ സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പക്ഷേ ഹെൽത്ത് കെയറിൽ വരാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ അവരൊരു വേറെ കോഴ്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ദേ ഹാവ് എ ഹോപ്പ്. തീർച്ചയായിട്ടും അത്തരമുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്കിതാവാൻ പറ്റിയെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് പേര് ഇന്ന് നാട്ടിലുണ്ട്, അവർക്കും ഇതാവാൻ പറ്റണം. അവിടെ ഒരു നല്ലൊരു ഇക്കോസിസ്റ്റം, നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും യുവതലമുറയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. അവർക്ക് വേണ്ട ട്രെയിനിങ് തടുക്കാൻ നമ്മൾ തയ്യാറാണ്, അവരെ അക്കോമഡേറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്.